الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങളിൽപ്പെട്ട നിർബന്ധമായ കാര്യമാണ് അസ്സക്കാത്ത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം എന്നത് 5 കാര്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ വ സൗമു റമദാൻ ഹജ്ജ് ബൈത്തില്ലാ. ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമതായി പഠിപ്പിച്ചത്, ആദ്യത്തേത് ഷഹാദത്ത്, പിന്നെ നിസ്കാരം, അത് കഴിഞ്ഞാൽ ഈതാഉസ് സക്കാ, സക്കാത്ത് നൽകുക, യുഖീമൂന സ്വലാ വ യുഅ്തൂന സക്കാ, അഖാമുസ് സ്വലാത്ത വ ആതുസ് സക്കാ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതുന്ന ആയത്തുകളാണ്. വിശ്വാസികൾ നിസ്കരിക്കുന്നവരാണ്, സക്കാത്ത് നൽകുന്നവരാണ്. ഏകദേശം 10-30ഓളം അതിലേറെ സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം സക്കാത്തിനെ ചേർത്ത് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സക്കാത്ത് സഹോദരങ്ങളെ? അസ്സക്കാത്ത് എന്ന ആ ഒരു വേർഡിൻ്റെ മഅന തന്നെ പ്യൂരിഫിക്കേഷൻ, ത്വഹാറത്ത്, ശുദ്ധീകരണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വ തുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഫഇന്ന സ്വലാതക സകനുൻ ലഹും. നബിയെ, അവരിൽ നിന്ന് അവരുടെ നിർബന്ധമായ സമ്പത്തിൽ നിന്നുള്ള സക്കാത്ത് അത് പിടിച്ചെടുക്കുക, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസം, അവരുടെ സ്വഭാവം, അതേപോലെ തന്നെ അവരുടെ സമ്പത്ത് എല്ലാം ശുദ്ധീകരിക്കാൻ, അവരെ സംസ്കരിക്കാൻ വേണ്ടി, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. സക്കാത്ത് നൽകിയവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന അവർക്കൊരു സമാധാനം നൽകും. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. സമ്പത്ത് നൽകപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സക്കാത്ത് അത് നൽകിയാൽ മാത്രമേ അവർക്ക് അവരുടെ സ്വത്ത് ഹലാലാവുകയുള്ളൂ. താൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്നൊരു നിശ്ചിത വീതം അതിനവകാശികളായ ആളുകൾക്ക് വർഷത്തിലൊരിക്കൽ നൽകണമെന്നത് അള്ളാഹുവിൻ്റെ നിയമമാണ്. നമ്മുടെ അത്യാവശ്യ ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന, മിച്ചം വരുന്ന സ്വത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്. സക്കാത്ത് നൽകാതെ സ്വത്ത് പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് വലിയ താക്കീതാണ് വിശുദ്ധ ഖുർആൻ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത്, മൻ ആതാഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സക്കാത്തഹു, അയാൾ അതിൻ്റെ സക്കാത്ത് നൽകിയിട്ടില്ല എങ്കിൽ, മുസ്തില ലഹു ശുജാഅൻ അഖ്റ, നാളെ ആഖിറത്തിൽ ഒരു വലിയ കാളസർപ്പമായി, ഒരു പാമ്പായി ഈ സ്വത്ത് മാറുന്നതാണ്. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ തലയിൽ അത് മാല ചാർത്തുന്നതാണ്. സുമ്മ യഅഖുദു ബിലിഹ്സിമതൈഹി ഔ ഐ ശിദ്ഖൈ, എന്നിട്ട് ആ ലഹു സബീബത്താൻ, അതിന് 2 കണ്ണുകളുണ്ടാകും, അത് അവൻ്റെ കഴുത്തിൽ ചുറ്റപ്പെട്ട് അവൻ്റെ കവിളിൽ, അവൻ്റെ ചീക്കിൽ ഇങ്ങനെ കുത്തുന്നതാണ്. എന്നിട്ട് പറയും, അനമാലുക്കാന കൻസുക്ക, ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ച നിന്റെ ട്രഷറി, നിന്റെ സമ്പത്താണ്, സ്വത്താണ് എന്ന് പറയും. സഹോദരങ്ങളെ, സക്കാത്ത് സമ്പത്തുള്ള ആളുകൾ അതിൻ്റെ അവകാശികൾ നൽകൽ നിർബന്ധമാണ്. സക്കാത്ത് നൽകിയിട്ടില്ല എങ്കിൽ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, മഴ പോലെയുള്ള അനുഗ്രഹം പോലും തടയപ്പെടും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കാവശ്യമായ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന, മിച്ചം വരുന്ന സ്വത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്. അത് ഗോൾഡ്, സിൽവർ ഇങ്ങനെ പോലെയുള്ള കാര്യങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാലറിയായി കിട്ടുന്ന ശമ്പളം പോലെയുള്ള കറൻസികൾക്കുണ്ട്. മറ്റു ഇൻകം സോഴ്സ് ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ സക്കാത്തുണ്ട്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും ബംഗാരം, ഗോൾഡ്, സിൽവറുകൾ അത് ഖജനാവായി വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയ പണിഷ്മെന്റ് ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം വതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അവരുടെ സിൽവർ, ഗോൾഡ് ഒന്നും
അതിൻ്റെ സക്കാത്ത് നൽകാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ അവർ കെട്ടിപ്പൂട്ടി വെച്ചു. അക്കാരണത്താൽ നാളെ ആഖിറത്തിൽ അത് തീയിലിട്ട് പഴുപ്പിച്ച് അവരുടെ പാർശ്വങ്ങളിൽ, അവരുടെ മുതുകുകളിൽ, അവരുടെ നെറ്റിയിലൊക്കെ അതുകൊണ്ട് സീൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങളിവിടെ ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചതാണല്ലോ. അതുകൊണ്ട് ഒന്നാമതായി ഇങ്ങനെ ഗോൾഡ് ഉള്ള ആളുകൾ, അതവർ പെണ്ണുങ്ങളാണ് യൂസ് ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ ബാങ്കിലോ ലോക്കറിലോ എടുത്തു വെച്ചതാകട്ടെ, അത് 85 ഗ്രാം, അതായത് 10.5 പവനിൽ കൂടുതലുണ്ടോ, ഒരു വർഷം തികഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്തായി നൽകണമെന്നാണ്. ആളുകൾ ഏറെ കൂടുതൽ മസ്അല ചോദിക്കാറുള്ളത് സക്കാത്തിൻ്റെ വിഷയത്തിലാണ്, കൊടുക്കാനല്ല. കൊടുക്കാതെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട്. എത്ര കൊടുക്കേണ്ടത്? 10.5 പവൻ ഉണ്ടായാൽ 11 ഉണ്ടെങ്കിൽ ആ അരക്ക് കൊടുത്താൽ മതിയോ? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അങ്ങനെയല്ല. 100 പവനുണ്ടോ എങ്കിൽ അതിന് 2.5 പവൻ. 10.5 പവനിൽ കൂടുതലുണ്ടെങ്കിൽ 11 ഉണ്ടെങ്കിൽ അതിന് 11 കൂട്ടിയിട്ട് അതിൻ്റെ 2.5%. അങ്ങനെയാണ് അതിൻ്റെ സക്കാത്ത് നൽകേണ്ടത്. അതിന് ഒന്ന് ഹൗല് തികയുക, അതായത് ഒരു വർഷമാവുക, ഒരു ഹിജ്റ വർഷം. ഇപ്പോൾ കഴിഞ്ഞ റമദാനിലാണ് സക്കാത്ത് കൊടുത്തതെങ്കിൽ ഈ റമദാൻ വന്നാൽ നമ്മുടെ ബംഗാരത്തിൻ്റെതാണെങ്കിൽ അത് കൂട്ടി നോക്കുക എത്രയുണ്ട്. 10.5 പവനിൽ കൂടുതലുണ്ടോ എങ്കിൽ അതിൻ്റെ 2.5%. അതെത്രയാവുക അത് നോക്കിയിട്ട് അതിൻ്റെ പൈസ കൊടുത്താൽ മതി. അതാണ് സ്വർണത്തിൻ്റെ. മറ്റേത് സഹോദരങ്ങളെ, നമുക്ക് ഇൻകം വരുന്നത് വേറെ എന്തെങ്കിലും വാടക കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ സാലറി കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വർഷമായി. കഴിഞ്ഞ റമദാനിൽ വെച്ച് ഈ റമദാൻ വരെ നോക്കി, എന്നിട്ട് തൻ്റെ ആവശ്യമായ ಖರ್ಚുകളൊക്കെ, വീട്ടു ആവശ്യങ്ങൾക്കുള്ള പൈസ, അതുപോലെ തന്നെ ഗാഡിക്ക് പെട്രോള്, അതേപോലെ മക്കളുടെ പഠനം, ഡ്രസ്സ്, ഫുഡ്, ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട് മിച്ചം വരുന്നത് 595 ഗ്രാം സിൽവറിൻ്റെ അത്ര പൈസ നമ്മുടെ കയ്യിൽ 1 ഇയർ ആയിക്കൊണ്ടുണ്ടോ എങ്കിൽ അതിൻ്റെ 2.5% സക്കാത്തായി നൽകേണ്ടത്. നമ്മുടെ ಖರ್ಚൊക്കെ കഴിച്ച് ഒഴിവാക്കി മിച്ചം വരുന്ന, ബാലൻസ് വരുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്. ഒരു വർഷമായിട്ട് 1 ലക്ഷം ഉണ്ടെങ്കിൽ 2500, 2500 അതിൻ്റെ സക്കാത്താണ്. അപ്പോൾ ഒന്ന് ഹൗല് തികയുക, ഒരു വർഷമാവുക. മറ്റൊന്ന് നിസാബെത്തുക. നിസാബെത്തുക എന്ന് പറഞ്ഞതാണെന്ത്? ഗോൾഡിൻ്റെത് 85 ഗ്രാം, 10.5 പവൻ. മറ്റേത് മറ്റു ഇൻകമിൻ്റെതൊക്കെ 595 ഗ്രാം സിൽവറിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 40,000 ഉണ്ടാവും. 40,000 ഉറുപ്പിക നമ്മുടെ അടുത്ത് ഒരു 1 ഇയർ ആയിക്കൊണ്ടുണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 2.5% കൊടുക്കണം. 1 ലക്ഷം ഉണ്ടെങ്കിൽ 2500 സക്കാത്തുള്ളൂ, കുറച്ചേ ഉള്ളൂ കൊടുക്കാൻ. അപ്പം അത് കൃത്യമായി കൂട്ടി മനസ്സിലാക്കി കൂട്ടി കിഴിച്ചുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് അത് സക്കാത്തായിക്കൊണ്ട് നൽകണം. നമ്മൾ വേറെ സ്വതക്ക കുറേ കൊടുക്കുന്നുണ്ടാവും, അതിലേറെ കൊടുക്കുന്നുണ്ടാവും, സക്കാത്തിനേക്കാൾ ഏറെ സ്വതക്ക കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫർളാണ്, കമ്പൾസറി ആയി കൊടുക്കേണ്ടതാണ്. അതങ്ങനെ തന്നെ സക്കാത്ത് കുറച്ചേ കൊടുക്കാനുണ്ടാവുള്ളൂ. അത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള സ്വത്തെല്ലാം നമുക്ക് നിഷിദ്ധമാകും, ഹറാമാകും എന്നതാണ്. പിന്നെ അത് ആർക്കാണ് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബിൻ സബീൽ ഫരീളതൻ മിനല്ലാഹ്. അല്ലാഹ് നിർബന്ധമാക്കിയ 8 അവകാശികളാണ് സക്കാത്തിനുള്ളത്. സക്കാത്തുകൾ കൊടുക്കേണ്ടത് 8 അവകാശികൾക്ക്. ഒന്ന് ഫുഖറാ, പരമദരിദ്രരായ പാവപ്പെട്ടവരായ ആൾ, ഒന്നിനും ഗതിയില്ലാത്ത ആളുകൾ. മറ്റൊന്ന് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നും, പക്ഷെ അയാൾക്ക് എന്താ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ആരോടും ചോദിക്കുകയൊന്നുമില്ല. അയാൾക്കൊരു 10 രൂപൻ്റെ ആവശ്യമുണ്ട്, 5 രൂപ അയാളുടെ അടുത്തുണ്ടാവും, 5 ആവശ്യമുണ്ട്. അങ്ങനെയുള്ള മിസ്കീന്മാരായ ആളുകൾ. അതുപോലെ തന്നെ സക്കാത്ത് പിരിച്ചെടുക്കാനും അതുപോലെ തന്നെ അത് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ വേണ്ടി അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. വൽ ആമിനീന അലൈഹ. മറ്റൊന്ന് വൽ മുഅല്ലഫത്ത് ഖുലൂബുഹും, ദീനിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ. മറ്റൊന്ന് വഫി റിഖാബി, അടിമമോചനത്തിന്, അതൊന്നും ഇപ്പോൾ ഇല്ല. മറ്റൊന്ന് വൽ ഗാരിമീന, കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, കടം വാങ്ങിയിട്ട് ആകെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ സക്കാത്തിൻ്റെ പൈസ കൊടുക്കാം. വഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഈ വഫി സബീലില്ല കൊണ്ട് ഉദ്ദേശിച്ചത് ജിഹാദാണ് എന്നാണ് തഫ്സീറുകളിലും അധിക ഉലമാക്കളും പഠിപ്പിച്ചിട്ടുള്ളത്. വബിനി സബീൽ, മറ്റൊന്ന് വഴിയാത്രക്കാരൻ. ഒരാളൊരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കുടുങ്ങി, അയാളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അയാൾക്ക് പൈസ ഇല്ല എങ്കിൽ അയാൾ എന്താണ്? വബിനി സബീലാണ്, അയാൾക്ക് സക്കാത്തിൻ്റെ പൈസ കൊടുക്കുക. ഈ 8 അവകാശികൾക്കല്ലാതെ സക്കാത്ത് നൽകാൻ പാടില്ല എന്നതാണ് ഉലമാക്കളൊക്കെ പഠിപ്പിക്കുന്നത്.
സ്വതക്ക ആർക്കും കൊടുക്കുക, പാവങ്ങൾക്കൊക്കെ കൊടുക്കുക. എന്നാൽ സക്കാത്ത് ഈ പറയപ്പെട്ട അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. പ്രത്യേകമായി കൊണ്ട് ഉലമാകൾ എടുത്തു പറയുന്നത് ലജ്നത്തുദ്ദായിമയുടെ ഫത്വയിലും അതേപോലെ തന്നെ മറ്റു ഉലമാക്കളൊക്കെ പറയുന്നത് ഈ പള്ളി നിർമ്മിക്കുക, അതേപോലെ തന്നെ മദ്രസ നിർമ്മിക്കുക, ഇങ്ങനെയുള്ളതിലൊന്നും സക്കാത്തിൻ്റെ പൈസ എടുക്കാൻ പാടില്ല. അത് സ്വതക്ക ഒക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം. സക്കാത്ത് ഈ പറയപ്പെട്ട 8 കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണ് എന്നതാണ്. ഏതായിരുന്നാലും വിശദമായി നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിക്കേണ്ട ഒരു മസലയാണ് സക്കാത്ത്. നമ്മൾ മിച്ചം പൈസ ഉണ്ടോ, നമ്മുടെ അടുത്ത് ബാലൻസ് പൈസ ഉള്ളവരാണോ എങ്കിൽ അതിൻ്റെ ഒരു വർഷമായിട്ട് ഈ ഒരു നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കൊടുക്കണം. അത് സ്വർണം, അത് യൂസ് ചെയ്യുന്നതാണെങ്കിലും ലോക്കറിൽ വെച്ചതാണെങ്കിലും എന്തായിരുന്നാലും കൊടുക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഈ സക്കാത്ത് അതിൻ്റെ കൃത്യമായ സമയത്ത്, ഹിജറ വർഷമാണ് അതിന് കണക്ക് കൂട്ടേണ്ടത്. കഴിഞ്ഞ റമദാനാണെങ്കിൽ ഈ റമദാൻ, ഇത് കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് നൽകാൻ വേണ്ടി നമ്മളത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ എല്ലാവിധ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.